ഹെൽത്തി കോമ്പറ്റീഷൻ എന്തുകൊണ്ടും നല്ലതാണ്. പക്ഷെ ഒരിക്കലും ഇയാൾ ജയിക്കരുതെന്ന് പറയുമ്പോൾ അതൊരു കുനിട്ടാവും, കുശുമ്പാവും, ഈഗോ ആവും, ജലസാവും, പലതും ആവും. അവിടെ ഡേ 1 തൊട്ട് ജിൻഡോ, ജാസ്മിൻ, ഗബ്രി, പിന്നെ ആലോചിക്കേണ്ട അവസ്ഥ ആരൊക്കെയാന്നുള്ളത്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ, വന്ന് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇപ്പോൾ ബാക്കിയുള്ളവരൊന്നും എനിക്ക് അങ്ങനെ ഒരു പ്ലെയേഴ്സ് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, നോറ ഉണ്ട്, അപ്സര ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇവർ 3 പേരുമാണ് നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു ജിൻഡപ്പൻ കപ്പ് കൊണ്ടുപോയാൽ സഹിക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. അതെന്ത് വർത്താനാണ്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഡേ 1 തൊട്ട് കളിക്കുന്നുണ്ട്. പക്ഷേ ഡേ 1 തൊട്ട് ഗബ്രി പോകുന്ന ആ ഡേയ്സ് വരെയും കോംബോ കളിച്ചാണ് ആളിവിടം വരെ എത്തിയത്. അത് കഴിഞ്ഞിട്ടും ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് നോക്കുക, അത് കൊടുക്കുക, അവനിവിടെ ആ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടല്ല, ഡിപ്പെൻഡൻ്റ് ആയിട്ട് തന്നെയാണ് കളിച്ചു വന്നിരിക്കുന്നത്. പക്ഷേ ജിൻഡപ്പൻ ഡേ 1 തൊട്ട് പൊട്ടത്തരം പറഞ്ഞിട്ടാണെങ്കിലും എന്താണെങ്കിലും ആളുടെ ഗ്രാഫ് പൊന്തി വന്നിട്ടുള്ളത് ഇൻഡിവിജ്വലായിട്ടാണ് കളിച്ചിരിക്കുന്നത്. അപ്പം കപ്പ് ഒരാൾക്ക് കിട്ടുള്ളൂ. ഇപ്പം രണ്ടാൾക്കാർ തമ്മിൽ കോമ്പറ്റീഷനിൽ ഹെൽത്തി കോമ്പറ്റീഷൻ ആവുന്നത് എനിക്ക് കിട്ടിയാലും ഓക്കെ സന്തോഷം, നിനക്ക് കിട്ടിയാലും സന്തോഷം, ആ ഒരു രീതിയിലാണ് പോകുന്നത്. അതാണ് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഡിസേർവ് ചെയ്യുന്ന ആരാണോ അവർക്ക് കിട്ടുക, അതാണ് അതിൻ്റെ ഒരു വൈബ്. അല്ലാതെ ഒരു പൈസ കൊടുത്ത് വാങ്ങിക്കുക, അതൊന്നും ശരിയല്ല. ഏതൊരു കോമ്പറ്റീഷൻ ആണെങ്കിലും എന്താണെങ്കിലും ജഡ്ജ്മെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. ഒരു പാർഷ്യാലിറ്റി ജഡ്ജ്മെൻറ്റ് ഒന്നിനും നല്ലതല്ല. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഇങ്ങനെ ജിൻഡോയ്ക്ക് കിട്ടാൻ പാടില്ല എന്നുള്ളത്, ജിൻഡോയ്ക്ക് കിട്ടിയാൽ സഹിക്കില്ല എന്നുള്ളത്. അത് ജാസ്മിൻ ഡേ 1 തൊട്ട് കളിക്കുന്ന കാര്യം പറഞ്ഞാൽ അവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ കാര്യമാണ് ജിൻഡപ്പൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് കളിച്ചത്, ഡിപ്പെൻഡൻ്റ് ആയിട്ട് കളിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഒരു തട്ടിപ്പറയ്ക്കൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വൈബ് പോയി. കാരണം ഇയാൾക്ക് കിട്ടരുത് എന്നുള്ളൊരു നെഗറ്റിവിറ്റി അവിടെ കിടന്ന് ഇങ്ങനെ ഓടുമ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ജിൻഡപ്പന് കിട്ടുമെന്ന് പറയുന്നു, ചിലർ ജാസ്മിൻ കിട്ടുമെന്ന് പറയുന്നു, നമുക്കറിയില്ല. ഈ പറഞ്ഞ മാതിരി ഞാനും ഡിസേർവ് ചെയ്യുന്ന ആർക്കാണ്. പക്ഷേ ഡിഫറൻഷ്യേറ്റ് നോക്കുമ്പം ജിൻഡപ്പനിൽ ഒരുപാട് പോയിന്റ്സ് പറയാനുണ്ട്. ആൾ ആ ഒരു ലൈക്ക് അങ്ങനെ ഒരു പൊട്ടിത്തെറി കൺഫെഷൻ റൂമിൽ നിന്ന് കരഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ആളുടെ മെൻ്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ട് തന്നെയാണ് അവിടെ നിന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ജിൻഡപ്പൻ കപ്പെടുക്കാൻ തന്നെയാണ് എനിക്ക് ചാൻസ് കൂടുതൽ കമ്പാരിറ്റീവ്ലി ടു ജാസ്മിൻ. പക്ഷെ ഒരിക്കലും നമ്മളങ്ങനെ പറയരുത് അയാൾക്ക് കിട്ടാൻ പാടില്ല എന്നുള്ളൊരു ക്ലോസിൻ്റെ വർത്താനം പറയുമ്പോൾ അതവിടെ നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ ജാസ്മിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ടോക്ക് ഉണ്ടായിട്ടുണ്ട്. ജാസ്മിൻ ചിലപ്പോൾ ഉള്ളുറന്ന് സംസാരിച്ചതായിരിക്കാം, ട്രാൻസ്പെറൻ്റ് ആയതായിരിക്കാം. എന്നാൽ പോലും പല കാര്യങ്ങളും ജാസ്മിന് റീസൺസ് ഉണ്ടാവും എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത്. തന്നെ റീസൺസ് ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല, എക്സ്ക്യൂസസ് വരെ റീസൺസ് ആയിട്ട് പറയുന്ന ആൾക്കാരുകളുണ്ട്. സോ എന്താ നിങ്ങളുടെ അഭിപ്രായം? ജാസ്മിൻ കപ്പെടുക്കുന്നതാണോ, ജിൻഡപ്പൻ കപ്പെടുക്കുന്നതാണോ, അല്ലെങ്കിൽ ജാസ്മിൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഏതൊരു കോമ്പറ്റീഷന് പോകുമ്പോഴും കപ്പ് എനിക്ക് അത് അങ്ങനെ പറയാൻ പാടില്ല. ഇപ്പോൾ ഈവൻ ചെറിയൊരു സ്കൂൾ കോമ്പറ്റീഷൻ ആണെങ്കിൽ പോലും അത് അർഹിക്കുന്ന ആൾക്ക് കിട്ടണം. എന്നാലേ ആ ഒരു എഫേർട്ടിനും എല്ലാത്തിനും ഒരു എനർജിയും ഒരു സത്യമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കാത്തിരുന്ന് കാണാം ആരാണ് കപ്പ് കൊണ്ടുപോകുക എന്നുള്ളത്. ജിൻഡപ്പനാണോ ജാസ്മിനാണോ, അതിൽ അവരൊക്കെ മാറ്റിയിട്ട് വേറെ ആരെങ്കിലും ആണോ, ഒന്നും പറയാൻ പറ്റത്തില്ല. എങ്ങനെ കാര്യങ്ങൾ മാറ്റി പിടിക്കുന്നുള്ളത് എന്തായാലും കാത്തിരുന്ന് കാണാം.